നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് ആശ്വാസകരമായ ഒരു വിജയമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞത്. പശ്ചിമ ബംഗാളിൽ 29 ലോക്സഭാ സീറ്റുകളിലും തൃണമൂൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ BJPക്ക് 6 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതായത് 2019 അപേക്ഷിച്ച് 6 സീറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശാജനകമായിട്ടുള്ള കാര്യമായിരുന്നു. തൃണമൂൽ കോൺഗ്രസ് അതിനുശേഷം ഒരു കാര്യം പറഞ്ഞു, കോൺഗ്രസുമായി ഒരു അകൽച്ചയുടെയും കാര്യമില്ല. 2024 തെരഞ്ഞെടുപ്പിൽ, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായ ഒരു സഖ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തീർച്ചയായും അധർ രഞ്ജൻ ചൗധരി ബഹ്റാംപൂരിൽ പരാജയപ്പെട്ടു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. എന്നാൽ പോലും അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു, തനിക്ക് തൃണമൂൽ കോൺഗ്രസുമായി യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇപ്പോൾ ഈ ഘട്ടത്തിലില്ല. കാരണം അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി തന്നെ ശക്തമായ പ്രതിപക്ഷമായി ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കാൻ ബംഗാളിലെ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നു. ഇടതുപക്ഷവുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബാന്ധവും അവസാനിപ്പിച്ചിരിക്കുന്നു. ഇടതുപക്ഷത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞതാണ്. അവരുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് ജനങ്ങൾ കോൺഗ്രസിനെ വലിയ തോതിൽ സ്നേഹിക്കാത്തത്. കോൺഗ്രസിന് ആധിപത്യമുള്ള മാൽഡ, ഉത്തർ, ബാൾട്ട, ദക്ഷിൺ തുടങ്ങിയ മേഖലകളുണ്ട്. അതുപോലെ തന്നെ ബഹ്റാംപൂറും അതുപോലെ തന്നെ ജാംഗിപൂറും എല്ലാം കോൺഗ്രസിന് ആധിപത്യമുള്ള സ്ഥലങ്ങളായിരുന്നു. എന്നാൽ ജാംഗിപൂറിൽ തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. തീർച്ചയായും തൃണമൂൽ കോൺഗ്രസ് ആ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്തനെ ഒരു ചർച്ച എന്ന രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ എടുത്തുചാടി ഇടതുപക്ഷവുമായി സന്ധി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. 4 സീറ്റുകൾ വരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുക്കാൻ സന്നദ്ധതയുമായി തൃണമൂൽ കോൺഗ്രസ് കൃത്യമായി വന്നതാണ്. 2 എന്നുള്ളത് 4 ഉയർത്താൻ അവരും തയ്യാറായി നിന്നതാണ്. പക്ഷേ ഇടതുപക്ഷവുമായി സഹകരിച്ചതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കി തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തിന് ഇനി അവിടെ ഒരു റോളുമില്ല, ഒരു രീതിയിലും പ്രാധാന്യമില്ല. ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയെ ജനങ്ങൾ തൂത്തെറിയുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ഇടതുപക്ഷ ഐഡിയോളജി അവിടെ പ്രൊമോട്ട് ചെയ്യാൻ യാതൊരുവിധ സാധ്യതയുമില്ല. തൃണമൂൽ കോൺഗ്രസ് BJPയുടെ അക്രമ നയങ്ങൾക്കെതിരെയും വർഗീയതയ്ക്കെതിരെയും പോരാടുമ്പോൾ അവരുടെ അക്രമ രാഷ്ട്രീയത്തെ ഞങ്ങൾ പല രീതിയിലും എതിർത്തിരുന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ നിരവധിയായ സാഹചര്യങ്ങൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കുന്നു. അതൊക്കെ തന്നെ യാഥാർത്ഥ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് കോൺഗ്രസും തൃണമൂലും ഒന്നിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയായിരിക്കും നീങ്ങുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യത്തിൻ്റെ സാധ്യതയിലേക്ക് നീങ്ങുകയാണ് ഇരു കൂട്ടരും. മമതാ ബാനർജിയും ആ കാര്യത്തിൽ ഒരു ഉപേക്ഷയും വിചാരിക്കാതെ തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ അഭിജിത് ബാനർജിയും ഈ കാര്യം ശരിവെച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള നീക്കമാണ് നടത്തുന്നത്. കോൺഗ്രസ്സിന് അവർ അർഹിക്കുന്ന സീറ്റുകൾ നൽകുന്ന രീതിയിലേക്ക് ഒരു സഖ്യം എന്ന രീതിയിലേക്ക് പോകും. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തൃണമൂൽ കോൺഗ്രസ്സിന് നിലവിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സഖ്യത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ നിലനിൽക്കുന്നില്ലെങ്കിൽ പോലും വാസ്തവത്തിൽ കോൺഗ്രസ് കൂടി ബംഗാളിൽ ഒരു ശക്തമായ ഭരണപക്ഷത്തിൻ്റെ കൂടെ നിൽക്കേണ്ടതിൻ്റെ അനിവാര്യത മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട്.